സൈബർ തട്ടിപ്പ് തുടർക്കഥയാകുന്നു. കോഴിക്കോട് ജില്ലയിൽ മാത്രം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 3 പേരാണ് പരാതിയുമായി എത്തിയത്. 3 പേർക്കുമായി 2 കോടിയിലധികം രൂപ നഷ്ടമായി. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, ഇത്രയൊക്കെ ആയിട്ടും ഇങ്ങനെ തട്ടിപ്പ് നടക്കുന്നു എന്നുള്ളത് ഗൗരവതരമാണ്. 2 കോടിയിലധികം രൂപയൊക്കെ നഷ്ടമാവുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ നഷ്ടവുമല്ല. അഭിജിത്ത്, തീർച്ചയായും അനുജ, ഇങ്ങനെയുള്ള വാർത്തകൾ, തട്ടിപ്പിൻ്റെ ഒക്കെ വാർത്തകൾ പലതവണ നമ്മൾ തന്നെ കൊടുത്തതാണ്. പക്ഷേ എന്നിട്ടും ഇങ്ങനെ തട്ടിപ്പിന് ഇരയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കോഴിക്കോട് വീണ്ടും ഈ തട്ടിപ്പ് സംഘം സജീവമാകുന്നത്. 3 പേരാണ് പരാതിയുമായി സിറ്റി സൈബർ ക്രൈം പോലീസിനെ സമീപിച്ചത്. 3 FIR ഇപ്പോൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ 3 പേരിൽ നിന്നുമായി 2 കോടിയിലധികം രൂപ നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട്. ഈ തട്ടിപ്പിൻ്റെ രീതി ഇങ്ങനെയാണ്. സമൂഹ മാധ്യമങ്ങൾ വഴി യുവതിയുടെ പേരിൽ ഇവരുമായി ബന്ധപ്പെടും, ഒരു ലിങ്ക് നൽകും. ഈ ലിങ്കിൽ കയറിയാൽ പല വാഗ്ദാനങ്ങൾ നൽകുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങൾ പണം നൽകിയാൽ അമിതമായി ലാഭം തിരിച്ചു നൽകാം. 3 മാസത്തിനുള്ളിൽ നിങ്ങൾ നൽകുന്ന പണത്തിന് അമിത ലാഭം നൽകാം എന്നുള്ളതായിരിക്കും വാഗ്ദാനം. ഇതിൽ വിശ്വസിച്ചാണ് പലരും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഇവർ ആവശ്യപ്പെടുന്ന അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്നത്. അല്പസമയം കഴിഞ്ഞാൽ ഈ കൊടുത്ത പണവും ഉണ്ടാകില്ല, ലാഭവും ഉണ്ടാകില്ല. ആ ഒരു അവസ്ഥയിലേക്കെത്തും. അപ്പോഴാണ് പലരും തങ്ങൾ തട്ടിപ്പിനിരയായി എന്ന കാര്യം മനസ്സിലാക്കുന്നത്. ഇതിൽ ബിസിനസ്സുകാരൊക്കെയാണ് ഈ തട്ടിപ്പിനിരയായിട്ടുള്ളത്. കക്കോടി, തിക്കോടി, ഒപ്പം കുതിരവട്ടം സ്വദേശികളൊക്കെ ഈ തട്ടിപ്പിൻ്റെ ഭാഗമായി അവർക്ക് വലിയ അളവ് പണം നഷ്ടമായിട്ടുണ്ട്. ഏതായാലും നിലവിലിപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മുൻപ് ഈ രീതിയിൽ സമാനമായ പരാതികൾ വരികയും പോലീസ് അന്വേഷണം അത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കൊക്കെ നീളുകയും ചെയ്തതാണ്. അങ്ങനെ നഷ്ടമായ പണത്തിൻ്റെ ഒരു വിഹിതമൊക്കെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നു. ഒരു ഇടവേള വന്നിരുന്നു ഈ തട്ടിപ്പിന്. പക്ഷേ വീണ്ടും ഈ തട്ടിപ്പ് സംഘം സജീവമാകുന്നു എന്നാണ് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള അമിത ലാഭം നൽകിയുള്ള വാഗ്ദാനങ്ങൾ കണ്ടാൽ അതിൽ ആ തട്ടിപ്പിൽ വീണു പോകരുത് എന്നുള്ളൊരു ഉപദേശം കൂടി പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. അനുജ.